ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് തിരക്കിട്ട ജീവിതശൈലി കാരണവും ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റമൊക്കെ കാരണം എല്ലാവരെയും ഒരുവിധം ആളുകളേക്കും അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത്. പലപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം നമുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും രക്തം എത്തിയിട്ടില്ലെങ്കിൽ ആ കോശം ഡെഡായി പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും, ശരീരത്തിന്റെ അറ്റത്തുള്ള കോശങ്ങളിലേക്ക് വരെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മുടെ ഹൃദയം ചെയ്യുന്നത്. ആ ഹൃദയം ബ്ലഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ രക്തധമനികളിൽ ഉണ്ടാകുന്ന ഒരു മർദ്ദത്തിനെയാണ്, പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതൊരു സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു നിശബ്ദ കൊലയാളി എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പറയാൻ കാരണം പലപ്പോഴും ഇതിനൊരു പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തലവേദന, ഛർദി, നെഞ്ചുവേദന അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പറയുമെങ്കിലും ചില ആളുകൾക്ക് അത്തരം സിംറ്റംസ് ഒക്കെ കാണിക്കുമെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും, പല ആളുകൾക്കും വർഷങ്ങളോളം ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ഇത് കഴിഞ്ഞു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നിശബ്ദ കൊലയാളി അല്ലെങ്കിൽ സൈലന്റ് കില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഈ ബ്ലഡ് പ്രഷർ കൂടുക എന്നുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ ഹൃദയവും നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ കിഡ്നിയും ഇത്തരം വേണ്ടപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹൃദയാഘാതം, പക്ഷാഘാതം പോലുള്ള, സ്ട്രോക്ക് പോലുള്ള ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കണ്ടീഷനിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട, എന്നാൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കണം, ഇതിനെക്കുറിച്ച് അറിയണം, നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാവൂ. ഇത് എങ്ങനെ തടയാം? ഇത് എങ്ങനെ നേരത്തെ മനസ്സിലാക്കാം? ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തുടക്കത്തിൽ തന്നെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം? എന്തൊക്കെ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതശൈലിയിലൂടെ ഇത് മാറ്റാം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളിൽ ചെലുത്തുന്ന ആ ഒരു മർദ്ദത്തെയാണ്, പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ബ്ലഡ് പ്രഷറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിന്റെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 120/80 ആണ്. ഈ 120/80 കറക്റ്റ് ആക്കുറേറ്റ് എല്ലാവർക്കും ഇതേ അളവിൽ തന്നെ വരണമെന്നില്ല. ഒരു 10-20 കൂടാൻ കുറയാം. ഒരു സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ച് പറയുമ്പോൾ നമുക്കൊരു 140-നൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉയർന്ന രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 90-നും 100-നൊക്കെ മുകളിൽ, 90-ന് മുകളിലേക്കൊക്കെ ഒരു 80-90-നൊക്കെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കതൊരു ഉയർന്ന രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടർച്ചയായും സ്ഥിരമായ ഇൻ്റർവെല്ലിൽ, ഇടവേളകളിൽ ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഇതിങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ ഈ ഒരു ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനി ഉയർന്ന രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ഇത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി ഇത് ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ്. കാരണം ഹൃദയമാണ് ഇത് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദയത്തിന് പമ്പ് ചെയ്യാനുള്ള പ്രഷർ കൂടുന്ന സമയത്ത്, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിനുള്ള പമ്പിങ് ചെയ്യാനുള്ള ഒരു പ്രഷർ കൂടും. കൂടുതൽ പവർ എടുത്ത്, കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മുടെ ഹൃദയം പുറത്തേക്ക് ആ ഒരു ബ്ലഡ് പമ്പ് ചെയ്ത് കളയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളൊക്കെ വീക്കായി കൊണ്ടിരിക്കും. ഹൃദയത്തിൻ്റെ പേശികൾക്ക് ചില സമയത്ത് വേണ്ടത്ര ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരും. അങ്ങനെ ഹൃദയാഘാതത്തിലേക്കും മറ്റുള്ള ഹാർട്ട് ഫെയിലിയറിലേക്കും ഹാർട്ട് ഡിസീസിലേക്കുമൊക്കെ പോകാനുള്ള നമ്മുടെ വാൾവ് തകരാറ്, ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്കൊക്കെ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബ്രെയിനിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഹൃദയം ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുമ്പോൾ
കൂടുതൽ പ്രഷർ വരുമ്പോൾ, കൂടുതൽ മർദ്ദം വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകളുണ്ട്. ആ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിപ്പോവാനുള്ള, സമ്മർദ്ദം കൂടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിഡ്നീസ്. അപ്പോൾ നമ്മുടെ കിഡ്നികളിൽ ഇതുപോലെ ഉയർന്ന ബ്ലഡ് പ്രഷർ കാരണം കിഡ്നിയിലുള്ള രക്തക്കുഴലുകൾ ഡാമേജ് വരികയും അതുമൂലം കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കണ്ണുകളെയും ഇത് ബാധിക്കും. കണ്ണുകളിലുള്ള രക്തക്കുഴലുകൾ ഡാമേജ് ആവുകയും പൊട്ടുകയും അങ്ങനെ സംഭവിക്കുന്നത് മൂലം നമ്മുടെ കാഴ്ച കുറയാനും കാഴ്ച നഷ്ടപ്പെടാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന നമ്മൾ സ്ഥിരമായി ഈ ഉയർന്ന മർദ്ദത്തിലൂടെ ഈ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ പ്രത്യേകതയുണ്ട്, അത് സങ്കോചിക്കാനും വികസിക്കാനും കഴിയും. അതിനുള്ളൊരു കഴിവ് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ആ ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറയും, അതിൻ്റെ കഴിവ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും അതുമൂലം കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഈ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല സമയത്തും എല്ലാവരുടെ കണ്ടീഷൻസിനും നമുക്ക് ഒരു വ്യക്തമായ കാരണം ഇന്നത് കൊണ്ട് എന്ന് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് പ്രായം തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രായമായ ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുള്ളത്. അതുപോലെ തന്നെ പാരമ്പര്യം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാരമ്പര്യമായിട്ട് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അത്തരം കുടുംബമാണെങ്കിൽ, അത്തരം പാരമ്പര്യമുള്ള ആളുകളാണെങ്കിൽ മക്കൾക്കും നമ്മുടെ തുടർന്നുള്ള പാരമ്പര്യത്തിനൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമിതവണ്ണം, പൊണ്ണത്തടി. അമിതവണ്ണമുള്ള ആളുകളിൽ, ഓവർ വെയിറ്റ് ഉള്ള ആളുകളിൽ, പൊണ്ണത്തടിയുള്ള ആളുകളിൽ ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപ്പ് അധികമായി കഴിക്കുന്ന ആളുകൾ, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുന്ന ആളുകൾ, ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്തൊക്കെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അധ്വാനമൊന്നുമില്ലാതെ നമ്മൾ സഡൻഡറി ഹാബിറ്റ്. നമ്മൾ പല ആളുകളും ഓഫീസിലേക്ക് പോകുന്നു, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, വീട്ടിലേക്ക് വരുന്നു, ആ ഒരു റൊട്ടീനിൽ അങ്ങനെ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ശരീരത്തിന് വേണ്ട രീതിയിൽ വ്യായാമം ഇല്ലാത്തത് കൊണ്ടും വല്ലാതെ അളക്കങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ആളുകൾക്കും ഈ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചില ശീലങ്ങൾ, പുകവലി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പുകവലിക്കുന്ന ആളുകളിലും രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട്. ഹൃദയം പുകവലിക്കുന്ന സമയത്ത് ആ നിക്കോട്ടിൻ്റെ എഫക്റ്റ് കാരണമായിട്ട് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങി പോവുകയും അതുമൂലം കൂടുതൽ പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഒരു ഹാബിറ്റാണ് മദ്യപാനം. മദ്യപാനികൾക്കും മദ്യം സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം. ടെൻഷനാണ് നമുക്കെല്ലാവർക്കും, അല്ലേ? എന്തിനും ടെൻഷനാണ്, എവിടെ പോയാലും ടെൻഷനാണ്. ഈ ടെൻഷൻ, സ്ഥിരമായ ടെൻഷൻ, മാനസികമായ സമ്മർദ്ദം നമ്മുടെ പ്രഷർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കൽ വളരെ നിർബന്ധമാണ്. പിന്നെ ചില രോഗങ്ങൾ കാരണമായിട്ട് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഉള്ള രോഗികൾക്ക്, വൃക്ക സംബന്ധമായ കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഉറക്കമൊഴിക്കുന്ന ഇൻസോംനിയ, ഉറക്കമില്ലാത്തൊരു അവസ്ഥക്കുള്ള ആളുകൾക്ക്, ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെയുള്ള ആളുകൾക്ക്, ഉറക്കമൊഴിക്കുന്ന ആളുകൾക്കൊക്കെ ഹൃദയസമ്മർദ്ദം, ഇത്തരം ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എക്സാക്റ്റ് കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ. കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക,
ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ ഭക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തി നമുക്കിതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ ഒരു അസുഖം മാനേജ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ചിട്ടയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നമുക്കത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായിട്ട് ഇത് പരിശോധിക്കണം എന്നുള്ളതാണ്. കൃത്യമായ ഇടവേളകളിൽ ഈ നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ 30 വയസ്സിന് കൂട്ടിക്കോളൂ. 30 വയസ്സ് കഴിഞ്ഞാൽ സ്ഥിരമായി ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സൈലന്റ് കില്ലറാണ്. ഒരുപാട് വർഷങ്ങളോളം ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും വലിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മളത് ചിന്തിക്കുള്ളൂ. അപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നിർബന്ധമായ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു പരിധിവരെ ഇത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊഴുപ്പ്, പാൽ ഉൽപ്പന്നങ്ങൾ, മാംസാഹാരങ്ങൾ, ഇതെല്ലാം അമിതമായി കഴിക്കുന്നത്, റെഡ് മീറ്റ്സുകൾ, ഇതെല്ലാം അധികമായി കഴിക്കുന്നത് ചിലർ പക്ഷേ നമുക്ക് ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പൊരിച്ചതും വറുത്തതും ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല വ്യായാമം ചെയ്യണം. സ്ഥിരമായി വ്യായാമം ചെയ്യുക, റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ദിവസം ഒരു 30 മിനിറ്റോ 45 മിനിറ്റോ മിനിമം എക്സസൈസ് ചെയ്യാൻ വേണ്ടി, വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പുകവലി, മദ്യപാനം എന്നുള്ള ശീലമുള്ള ആളുകൾക്കൊക്കെ ആ ശീലം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പൊണ്ണത്തടിയുള്ള ആളുകൾ, ഉയർന്ന ബോഡി വെയ്റ്റുള്ള ആളുകൾ ആ വെയിറ്റ് നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ട ഡയറ്റ് ഫോളോ ചെയ്യുക, അതിനു വേണ്ട എക്സസൈസുകൾ ചെയ്യുക. അതെന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്ന ബോഡി വെയ്റ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളത്. മെഡിറ്റേഷൻ ചെയ്തും യോഗ പോലുള്ളവ ചെയ്തും ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്തും അല്ലെങ്കിൽ ഇത്തരം ടെക്നിക്സുകൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുക, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വരുന്ന പ്രഷറുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുക, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, നമുക്ക് സന്തോഷമുള്ള ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രഷർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും സ്വയം ചികിത്സിക്കാൻ നോക്കും. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് കഴിച്ചാൽ മതി, ഇത് കഴിച്ചാൽ മതി, കുറയും. ഈ യൂട്യൂബിൽ തന്നെ ഇത് കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ബ്ലഡ് പ്രഷർ വരില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫേക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. ഭക്ഷണത്തിലൂടെയും മറ്റും നിയന്ത്രിച്ച് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഡോക്ടറുടെ ഒരു അണ്ടറിൽ, ഡോക്ടറുടെ ഒരു നിർദ്ദേശ പ്രകാരം മാത്രം മുന്നോട്ട് പോവുക. സ്വയം ചികിത്സിക്കാതിരിക്കുക. അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അതൊന്നും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിന് ചികിത്സ നടത്തരുത്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഡയറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മരുന്നായിക്കോട്ടെ, നിങ്ങൾ അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് വളരെ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുവെ ഇതിന് ലക്ഷണങ്ങളൊന്നും കാണിക്കൂല. ഇനി ചില ലക്ഷണങ്ങളൊക്കെ ചില ആളുകൾ കാണിക്കും. പ്രധാനമായും കാണിക്കുന്ന ലക്ഷണം തലവേദനയാണ്. തലവേദന ഉണ്ടാവാം, കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിക്കാം, ഹൃദയ സംബന്ധം നെഞ്ചിന് എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ കാണിക്കാനുള്ള സാധ്യതയുണ്ട്, നെഞ്ച് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്വാസം മുട്ടൽ പോലെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാം, നല്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവാം, തളർച്ചയും ക്ഷീണം ഉണ്ടാവാം, ഓവറായിട്ട് സ്വെറ്റ് ചെയ്യാം.
ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയാം. അതിങ്ങനെ എന്തെങ്കിലും സംശയപരമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പല തലവേദനയും പലപ്പോഴും കാണുന്ന നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി മൈഗ്രെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും, നീർക്കെട്ടിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകളായിരിക്കും. അവരെന്തെങ്കിലും തലവേദന വരുന്ന സമയത്ത് അത് മൈഗ്രെയിൻ്റെ വേദനയാണ് അല്ലെങ്കിൽ അത് നീർദോഷമാണെന്നൊക്കെ വിചാരിച്ച് അവരെങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പെയിൻ കില്ലർ വാങ്ങി കഴിക്കും. അവ കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുമെങ്കിലും അത് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഡോക്ടറിനെ കാണിക്കാതെ സ്വയം ചികിത്സിച്ച് അങ്ങനെ നടക്കും. പെട്ടെന്നായിരിക്കും അറ്റാക്കോ സ്ട്രോക്കോ വരുന്നത്. ഒരുപാട് ആളുകളെ ഇത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇത് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മരുന്ന് കഴിക്കുന്നത് എന്തോ തെറ്റാണെന്ന് വിചാരിച്ചിട്ട് മരുന്നൊന്നും കഴിക്കാതെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ സിംറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരിക്കലും അവഗണിക്കരുത് എന്നുള്ളത് വളരെ അത്യാവശ്യം നിർബന്ധമായ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തലവേദന സംശയാസ്പദമായി തോന്നുകയാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കാതെ അതെന്ത് ചെയ്യും, നിങ്ങളുടെ ഒന്നുമില്ല, ഒരു ബ്ലഡ് പ്രഷർ നോക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളെ, തലവേദന പോലുള്ള നിസ്സാരമായി കാണുന്ന നമ്മുടെ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ BP കുറിച്ചുള്ള എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ ശരീരത്തിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.